ഞാൻ ആൽബർട്ട്, എൻ്റെ വൈഫ് ഹൈസന്ത്, 2 മക്കളാണ് നേഹ, നിയ. ഞങ്ങൾ ആക്ച്വലി വീട് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു പഴയ വീടുണ്ട് തൊട്ടപ്പുറത്ത്, ഫാദറായിട്ടുള്ള വീടാണ്. അത് റിനോവേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് അതിൽ കുറേ കൺസേൺ, അതിൻ്റെ സീലിങ്ങിൻ്റെ കുറേ കൺസേൺ ഒക്കെ വന്ന് അത് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പുതിയൊരു വീട് വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ ആർക്കിടെക്ട്സിനെ വിളിച്ചു. ലാസ്റ്റാണ് ഞങ്ങൾ ജിബു ആൻഡ് തോമസിനെ കാണുന്നത്. നമ്മൾ ആദ്യം ഇത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ലാൻഡ് ഒരു ചരിവുള്ള ലാൻഡായിരുന്നു ഇത്. അപ്പോൾ ആൽബർട്ടിൻ്റെ ഒരു കണ്ടീഷൻ ആയിരുന്നു അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള അതിൻ്റെ പൊസിഷൻ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യണം എന്നുള്ളത്. അതായത് ജിബു ശരിക്കും അത് ബ്യൂട്ടിഫുള്ളി അതിന് നമുക്കൊരു തട്ട് മുകളിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇരിക്കുന്നത്. അപ്പോൾ അത് ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്ത കാരണമാണ് അതിനത്രയും ഭംഗി വന്നത്. ആ തട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ആ മാസ്റ്റർ ബെഡ്റൂമിനെ അവിടെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ അതിനൊരു എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക് തന്നെയായി. അതുപോലെ ലാൻഡ്സ്കേപ്പിന്റെ കാര്യം പറഞ്ഞതും വീടിന്റെ കുറച്ചും കൂടി ക്ലോസർ ആയിട്ടാണ് നമ്മുടെ റോഡ് വന്നിരുന്നത്. അത് പിന്നെയും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചും കൂടി പൊസിഷൻ മാറ്റിയപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റി. അപ്പം അതും കംപ്ലീറ്റ്ലി ആ വീടിന്റെ ലുക്ക് തന്നെ മാറ്റിയതും ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഐഡിയയും ഡിസൈൻസും ആണ്. ഞങ്ങൾ അതുപോലെ വീട് ചെയ്തപ്പോൾ മാക്സിമം ജിബു നാച്ചുറൽ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഫ്ലോറൊക്കെ ആണെങ്കിലും കോട്ട സ്റ്റോൺ, ഇപ്പം പൂളിൻ്റെ ഏരിയ എല്ലാം കോട്ട സ്റ്റോൺ ആണ് യൂസ് ചെയ്തത്. ബൗണ്ടറി ആണെങ്കിലും മറ്റേ സ്റ്റോണിൻ്റെ കല്ല് വെച്ചിട്ടാണ് ബൗണ്ടറി ഒക്കെ ഫിക്സ് ചെയ്തത്. ഗാർഡൻ്റെ ആണെങ്കിലും വർക്ക് ഫുൾ സ്റ്റോൺ വർക്കാണ് കൂടുതൽ ചെയ്തത്. നാച്ചുറൽ സ്റ്റോൺസ് ആണ് കൂടുതലും നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൽബർട്ട് പറഞ്ഞതിനോട് ആഡ് ഓൺ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഫ്ലോറിന്റെ കാര്യം പറഞ്ഞത്, ഫ്ലോറിന് ഞങ്ങളുടെ ആദ്യത്തെ ഐഡിയ ഞങ്ങളുടെ ഒരു വുഡൻ സ്റ്റൈലിലുള്ള ഫ്ലോർസ് വന്നാൽ നല്ലതായിരിക്കും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി കോട്ട സ്റ്റോണിനെ കുറിച്ച് നമുക്കത് അത്രയും അറിയില്ല. അപ്പോൾ അത് ജിബു പറയും, അത് ഞങ്ങൾ പോയി കാണുകയും ചെയ്തപ്പോൾ കുറച്ചും കൂടി കൺവിൻസിങ് ആയിരുന്നു. പക്ഷെ അത് ഭംഗിയായിട്ട് ചെയ്ത് വന്നപ്പോഴും വുഡനെക്കാട്ടിയും എന്തുകൊണ്ടും ഭയങ്കരമായിട്ട് ഭംഗിയായത് കോട്ട സ്റ്റോൺ ആയത് കാരണമാണ്. കിച്ചൺ അതുപോലെ നമ്മളുടെ ഇതൊരു ഓപ്പൺ കിച്ചണാണ്. കിച്ചൺ മൈറ്റ് ബി പറയുകയാണെങ്കിൽ വളരെ സ്മോളസ്റ്റ് സ്പേസസ് ആണ് നമ്മുടെ വീട്ടിലെന്ന് പറയാം. അങ്ങനെ ഒരുപാട് ക്ലീൻ ചെയ്ത് ചെയ്യാതെ പെട്ടെന്ന് എല്ലാം ചെയ്തു വരാനും എന്നാൽ ആക്സസിബിലിറ്റി ഉള്ളതുമായിട്ടാണ് പറഞ്ഞിരുന്നത് ജിബുവിൻ്റെ അടുത്ത്. അതും ജിബു നല്ല രസമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും ആക്സസിബിലിറ്റി ആണെങ്കിലും എല്ലാം നമുക്കൊരു കുറവ് തോന്നത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ നമുക്ക് ആ കുറവ് തോന്നാതെ എല്ലാം ടു ദി പോയിന്റ് ഉള്ളതുപോലെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഡിസൈൻ. അതുപോലെ കളർ തീം യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം എർത്തൻ കളേഴ്സ് ആണ്. അതും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. കാരണം നമ്മൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്തും തുടങ്ങിയ സമയത്തൊക്കെ എല്ലായിടത്തും ഒരു വൈറ്റ് കൺസെപ്റ്റും വൈറ്റ് ഡിസൈൻസ് ആയിരുന്നു കൂടുതൽ. കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള ലുക്ക് ഉള്ള വീടായിരുന്നു കൂടുതലും. അപ്പോൾ ആ സമയത്താണ് എർത്തൻ കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ എർത്തൻ കളേഴ്സ് ഇട്ടപ്പോഴും അതിൻ്റെ തീമിനോടും ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിട്ട് പോയത് എർത്തൻ കളേഴ്സ് ആയിട്ടാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എല്ലാം കൂടെ അൾട്ടിമേറ്റ്ലി അത് പുറത്ത് വന്നപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അതുപോലെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജിബിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കാർ പോർച്ച് എന്നൊരു എൻട്രൻസ്. കാർ പോർച്ച് സൈഡിലായിരുന്നു അവിടുത്തെ ഒരു എൻട്രൻസ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നാണ്, കാർ പോർച്ചിലാണ് ഞങ്ങൾക്ക് ആക്സസ് കൂടുതൽ, അവിടെ നിന്ന് കയറി വരാനാണ്. പിന്നെ ഹൈ സീലിംഗ് ആൽബർട്ടിൻ്റെ ഭയങ്കര ഒരു പേഴ്സണൽ ആവശ്യവും പേഴ്സണൽ ഇഷ്ടവുമായിരുന്നു ഹൈ സീലിംഗ്. എനിക്ക് ആദ്യം ഹൈ സീലിംഗ് പറഞ്ഞപ്പോൾ ഇതുപോലെ വേറെ കൺസേൺ, അത് ക്ലീൻ ചെയ്യാനതിൻ്റെ കൺസേൺസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഹൈ സീലിംഗ് ചെയ്തതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ഹൈ സീലിംഗ് ചെയ്തപ്പോൾ അത് ഞങ്ങൾക്കൊരു ഫീലിംഗ് അകത്തോട്ട് കയറുമ്പോൾ ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നില്ല. അതുകൂടാതെ നല്ല ലൈറ്റ്, എല്ലായിടത്തും ഇവിടെ നോക്കിയാൽ എല്ലായിടത്തും നമ്മൾ ഇവിടെ ലൈറ്റ് ഇട്ടെങ്കിൽ ഇപ്പോൾ നല്ല ലൈറ്റ് ആയിരിക്കും. എയർ സർക്കുലേഷൻ ആണെങ്കിലും വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏത് സൈഡിലും വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം എയർ സർക്കുലേഷൻ അകത്തോട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെ ഫാദറായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഞങ്ങളുടെ തറവാട്, പിന്നെ അപ്പുറത്ത് ചേട്ടൻ്റെ വീട്, ഞങ്ങൾ 3 വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കോമ്പൗണ്ട് വാളും ഗേറ്റും സെറ്റ് ചെയ്തില്ല. കാരണം വെച്ചാൽ ഒറ്റ പ്രോപ്പർട്ടി ആയതുകൊണ്ട്. അതും ജിബു നല്ല മറ്റേ ബൗണ്ടറി സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട്, കോമ്പൗണ്ട് വാൾ ആണോ എന്ന് വെച്ചാൽ കോമ്പൗണ്ട് വാൾ അല്ല, എന്നാൽ ഒരു സെപ്പറേഷൻ പോലെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു അതിനാണ്. പിന്നെ ഈ വീടിൻ്റെ കാർ പോർച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാണ്, കാർ പോർച്ച് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടാണ് ജിബു ചെയ്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് മോഡലായിട്ടാണ് ജിബു ചെയ്തിരിക്കുന്നത്.
ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ വീട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് എന്തായാലും അവരുടെ ടീമിന്റെ സപ്പോർട്ടാണ് ശരിക്കും. ആൽബർട്ട് പറഞ്ഞതിൻ്റെ കൂടെ ചേർക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ഈ ഹൗസ് കൺസ്ട്രക്ഷൻ്റെ ഹോൾ ജേർണിയിൽ ത്രൂ ഔട്ട് ജിബുവിൻ്റെയും ടീമിൻ്റെയും സപ്പോർട്ട് എന്ന് പറഞ്ഞത് അത് കമൻഡബിൾ ആയിട്ടുള്ള സപ്പോർട്ടായിരുന്നു. എവറി സ്റ്റേജ് ആൻഡ് ഫോർ എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും അസ്തറ്റിക് സെൻസിലാണെങ്കിലും ഒക്കെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവരുടെ ടീമിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എ ബിഗ് താങ്ക്സ് ടു ജിബു ആൻഡ് തോമസ് ടീം for the incredible support that they rendered all through the journey of our house construction. Thank you.